പ്രധാനപ്പെട്ട വാർത്ത സംസ്ഥാനത്ത് പുതിയ മഴ മുന്നറിയിപ്പുകൾ വരുന്നു. 8 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് വരുന്നു എന്നതാണ്. ഈ മാസം 8 വരെ വ്യാപക മഴയ്ക്കാണ് സാധ്യത. അതിതീവ്ര മഴ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്ന ഇടങ്ങളിൽ പത്തനംതിട്ടയും ഉൾപ്പെടുന്നുണ്ട്, കോട്ടയവും ഉൾപ്പെടുന്നുണ്ട് എന്നത് വലിയ ജാഗ്രത ഈ ഇടങ്ങളിൽ വേണമെന്ന ഓർമ്മപ്പെടുത്തലാണ്. ടി.ജി. സജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, പലയിടങ്ങളിലും വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ആ ജില്ലകളിൽ ഉൾപ്പെടെ റെഡ് അലർട്ട് വരുന്നത്, അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത വരുന്നത്. വളരെ ജാഗ്രതയോടുകൂടി കാത്തിരിക്കേണ്ടുന്ന മണിക്കൂറുകളാണോ വരാൻ പോകുന്നത്? വളരെ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പാണ് വരുന്നത്. കാലാവസ്ഥയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ആശങ്കപ്പെടുന്നതാണ്. കാരണം ഇന്ന് രാവിലെ കാര്യമായ അലർട്ട് ഇല്ലാത്ത ദിവസമാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് വരുന്ന 24 മണിക്കൂറുകളിൽ ഇത് നമ്മൾ സൂചിപ്പിക്കുന്ന ഈ ജില്ലകളിലാണ് അലർട്ട് ഉണ്ടാകുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഒപ്പം എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. അതേസമയം 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട് എന്നതാണ് ഇന്നത്തെ അവസ്ഥ. പത്തനംതിട്ട ജില്ല റെഡ് അലർട്ടിലാണ്, കോട്ടയം ജില്ല റെഡ് അലർട്ടിലാണ് അടക്കമുള്ള, അതായത് ഏറ്റവും അധികം മഴക്കെടുതിയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജില്ലകൾ വീണ്ടും റെഡ് അലർട്ടിലേക്ക് പോകുമ്പോൾ കൂടുതൽ ജാഗ്രത വേണമെന്നതാണ് നമുക്ക് മുന്നിലുണ്ടാകുന്ന മുന്നറിയിപ്പ്. നാളത്തെ ചിത്രം കൂടി നോക്കാം. നാളെ 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ റെഡ് അലർട്ടായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ എന്നതാണ്. അതിൻ്റെ അർത്ഥം മഴക്കെടുതിയും ഭീഷണിയും നമുക്ക് മുന്നിൽ ഇനിയുമുണ്ട്, മാറിയിട്ടില്ല എന്നതാണ്. നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല, പക്ഷേ ജാഗ്രത കൂടുതൽ വേണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വിഷയത്തിൽ. നോക്കിയാൽ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് അവിടെ ഓറഞ്ച് അലർട്ടായിരുന്നു. ഈ പത്തനംതിട്ടയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ജില്ലകളിൽ 9 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് എന്ന സാഹചര്യമാണ്. നാളെ കഴിഞ്ഞ് ഓഗസ്റ്റ് 6 പോകുമ്പോൾ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട് എന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതാണ് ചിത്രം. അതായത് സംസ്ഥാനത്ത് കൂടുതൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഈ റിപ്പോർട്ടുകൾ നൽകുന്നത്. ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടുന്ന സമയമാണ്. 8 ജില്ലകളിലാണ് അതിതീവ്ര മഴ സാധ്യതാ മുന്നറിയിപ്പ് നൽകുന്നത്. 8 ജില്ലകളെന്ന് പറയുന്നതിൽ പത്തനംതിട്ട ഉൾപ്പെടുന്നുണ്ട്, കോട്ടയം ഉൾപ്പെടുന്നുണ്ട്, എറണാകുളമുണ്ട്, വയനാടുണ്ട്, കണ്ണൂരും കാസർഗോഡും ഒക്കെയുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ കൂടുതൽ ജാഗ്രത വേണമെന്ന ഓർമ്മപ്പെടുത്തലാണ്. ഇത് വളരെ പെട്ടെന്ന് റെഡ് അലേർട്ടിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ 8 ജില്ലകളിലും നേരത്തെ കാര്യമായ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് അതിതീവ്ര മഴയുടെ സാധ്യതയിലേക്ക് വരുന്നത്. ഇപ്പോൾ അവലോകന യോഗം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിനെക്കുറിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഏതായാലും സംസ്ഥാനത്ത് കൂടുതൽ ജാഗ്രതയോടുകൂടി ഈ മഴ സാഹചര്യങ്ങളെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് 8 ജില്ലകളിൽ വരികയാണ്. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുകയുമാണ്. തിരുവനന്തപുരം, കൊല്ലവും ഒഴിച്ചുള്ള 12 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. വരും ദിവസത്തെ PSC പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. 4, 5, 6, 8 തീയതികളിലെ പരീക്ഷകളാണ് മാറ്റിവെച്ചത്. OMR ഓൺലൈൻ പരീക്ഷകൾ മാറ്റിവെച്ചതായി PSCയും അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആറന്മുള, തിരുവല്ല, കുറ്റൂർ, അപ്പർ കുട്ടനാട് മേഖലകളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. റാന്നിയിൽ വെള്ളക്കെട്ടിന് നേരിയ കുറവ് വന്നിട്ടുണ്ട്. നിരവധി പേർ ക്യാമ്പുകളിലാണ്. MC റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. മഴയുടെ ശക്തി കുറഞ്ഞതോടെ പാല ഉൾപ്പെടെയുള്ള കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. അതേസമയം പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. വെള്ളക്കെട്ടിൽ കാണാതായ മണർകാട് സ്വദേശി ശരണിന്റെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വിദഗ്ധ പരിശോധന നടത്തുകയാണ്. പ്രദേശത്ത് നിന്ന് മണ്ണ് മാറ്റി തുടങ്ങി. വേങ്ങര റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞിട്ടും പ്രവൃത്തി തുടർന്ന സ്ഥലം ഉടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കനത്ത മഴയിൽ മലപ്പുറം ചമ്രവട്ടത്ത് പോത്തുകൾ ഒഴുകിപ്പോയി. ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. മലങ്കര, കല്ലാർകുട്ടി, പാംബ്ല അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തുടരുകയാണ്. വയനാട്ടിൽ ഇന്ന് ഓറഞ്ച് അലർട്ടായിരുന്നു, അതിപ്പോൾ റെഡ് അലർട്ടായി മാറിയിട്ടുണ്ട്. നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് വയനാട്ടിൽ പറഞ്ഞിട്ടുള്ളത്. മേപ്പാടി പഞ്ചായത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.